ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. എന്നും ഒരുപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റിനെ കഴിച്ചിട്ട് എല്ലാവരും മടുത്ത് കാണും അല്ലേ. അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ. നമ്മൾ ഒട്ടും എണ്ണയൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിലേക്കാണെന്ന് മറക്കരുത്. വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമുക്കിതാകുന്ന തന്നെ ഒരു 3/4 കപ്പോളം ഗോതമ്പ് പൊടി എടുക്കുക. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതേ ഒരു കപ്പിൽ തന്നെ നമുക്ക് ഒരു 1/2 കപ്പോളം റവ എടുക്കുക കേട്ടോ. വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല. 1/2 കപ്പ് റവയും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി കുറച്ച് മധുരമൊക്കെ ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. ഇനി കറിയൊന്നും ഇല്ലാത്തൊരു സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് കഴിക്കാൻ വേണ്ടി ചെറിയൊരു മധുരമൊക്കെ നല്ല രസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ 1/2 ടീസ്പൂണല്ലേ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1-1.5 ടീസ്പൂണൊക്കെ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.25 കപ്പോളം നമ്മൾ ഇളം ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇളം ചൂടുള്ള വെള്ളമൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പം നമ്മൾ റവയല്ലേ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. റവ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെള്ളം കൂടുതൽ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. റവക്ക് കുറച്ച് അധികം വെള്ളമൊക്കെ ആവശ്യമല്ലേ. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ ഇതിന് കറക്റ്റ് ആട്ടോ. ഈ രീതിക്ക് നമുക്ക് കിട്ടിയാൽ മതി. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മൾ മാവ് ഇതാ കറക്റ്റ് ഇതുപോലെ തന്നെ കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളം കൂടിപ്പോകാനൊന്നും പാടില്ല. ഇതേ രീതിക്ക് മാവ് റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മളിനി ഇതിലേക്ക് കൂടുതൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു 10 സെക്കൻഡ് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതിയേ. അപ്പോൾ ഇത് നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട്. നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ നന്നായിട്ട് ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ നമുക്കങ്ങ് ചുട്ടെടുക്കാം കേട്ടോ. ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല അപ്പം തന്നെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. 10 മിനിറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ചുകൂടി നന്നായിട്ട് ഇത് പൊങ്ങി വന്നോളും. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളെ മാവൊക്കെ ഇരട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാ നമ്മളിങ്ങനെ സ്പൂൺ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ ഇങ്ങനെ വലിഞ്ഞ് വരും നമ്മളെ മാവേട്ട. അപ്പം മാവ് നല്ല അടിപൊളിയായിട്ട് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ദോശക്കല്ലിൽ നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറിയൊരു കുയ്യൊക്കെ ഉള്ള പാത്രം ഉണ്ടാവും, നമ്മൾ വെള്ളാപ്പത്തിനൊക്കെ പാത്രം. അതുപോലെ എന്തെങ്കിലും നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ എടുത്തിട്ട് ഇതുപോലെ കുറച്ച് സ്പൂണിലാക്കിയിട്ട് മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് റൗണ്ടാക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് പരത്തിയിട്ട് എടുക്കേണ്ടിയില്ല, ഒന്ന് റൗണ്ടാക്കി കൊടുത്താൽ മാത്രം മതിയേ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇടാൻ മറന്നു പോകരുത്. പെട്ടെന്ന് കരിഞ്ഞു ഉൾഭാഗം വേവാതെ കിട്ടും കേട്ടോ നമ്മൾ ഫുൾ ഫ്ലെയിമിലാക്കി കൊടുത്താൽ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് കുറച്ച് സമയം നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇത് പെട്ടെന്ന് അങ്ങ് റെഡിയായി കിട്ടിക്കോളും, ഒരുപാട് സമയം എടുക്കില്ല. അപ്പം നമ്മളിങ്ങനെ അടച്ചു വെച്ചാൽ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതാ കുറച്ച് സമയം വെച്ചപ്പോൾ തന്നെ നമ്മൾ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ള മാവൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് അപ്പം റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഉൾഭാഗം വേവാതെ പുറമൊക്കെ നന്നായിട്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ കറികളോ ഒന്നും ആവശ്യമില്ല കേട്ടോ. അത്രയും നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നല്ല സ്പോഞ്ച് പോലത്തെ നമ്മൾ ഈ ഒരു അപ്പം എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയല്ലേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം. ബൈ, താങ്ക് യു.